നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ചീമേനിയിൽ 440 kV വൈദ്യുതി സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയതായും മന്ത്രി. പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിൽ CPM CPI പ്രവർത്തകർ പോരിനിറങ്ങുന്നത് ഇടതുപക്ഷത്തെ ദുർബലമാക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സെപ്റ്റംബർ 2 ദേശീയ പണിമുടക്ക്, വിവിധ കേന്ദ്രങ്ങളിൽ ജീവനക്കാരുടെ പ്രകടനം. വർദ്ധിപ്പിച്ച വേതനം വിതരണം ചെയ്യാൻ നടപടി വേണം. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. നഗരത്തിലെ ഗതാഗതം ദുസ്സഹമാക്കുന്ന റോഡ് നിർമ്മാണം വേഗത്തിലാക്കണം. കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം സമാപിച്ചു. അന്താരാഷ്ട്ര പയർ വർഷാചരണം, മടിക്കൈ പഞ്ചായത്ത് CDSന്റെ ഭക്ഷ്യമേള ശ്രദ്ധേയമായി. മുഴുവൻ BD തൊഴിലാളികളെയും BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. CITU കാഞ്ഞങ്ങാട് ഡിവിഷണൽ സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. 33 kV കാഞ്ഞങ്ങാട് ടൗൺ സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. 6,82,00,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചീമേനിയിൽ 440 kV വൈദ്യുത സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയതായി വൈദ്യുതി വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാഞ്ഞങ്ങാട് ടൗൺ 33 kV സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജില്ലയിലെ വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ ഏറ്റവും മുന്തിയ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 5 വർഷം കൊണ്ട് മറ്റ് ജില്ലകളിലേതുപോലെ ഊർജ്ജ മേഖലയിൽ കാസർഗോഡിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 440 kV സബ്സ്റ്റേഷന് 2,050 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഇവിടേക്ക് വൈദ്യുതി ലൈൻ ആവശ്യമായി വരും. വൈദ്യുതി ലൈൻ വലിക്കുമ്പോൾ അനാവശ്യമായ ഉത്കണ്ഠകൾ സൃഷ്ടിച്ച് പദ്ധതി ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡിന്റെ വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരം കാണുകയുള്ളത് ഗവൺമെന്റിന്റെ ടോപ്പ് പ്രയോറിറ്റിയിൽപ്പെട്ട ഒന്നാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വരുന്ന 5 വർഷക്കാലത്തിനകത്ത് കേരളത്തിലെ മറ്റേതൊരു ജില്ലയിൽ പോലെ തന്നെ കാസർഗോഡിന്റെ വൈദ്യുതി മേഖലയുടെ പ്രശ്നം പരിഹരിച്ച് മറ്റ് ജില്ലകൾക്ക് സമമായ തരത്തിൽ കാസർഗോഡിന്റെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റ് പരിശ്രമിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹകരണം അക്കാര്യത്തിൽ ആവശ്യമാണ്. ഇപ്പൊ ഇവിടെ ഏതാണ്ട് 7.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 33 kV സബ്സ്റ്റേഷൻ സ്ഥാപിച്ചത്. അതല്ല കുറച്ച് സമയമുണ്ട്. 2014 2015 ലഭിക്കുന്നത് 2016 വരെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ 6 മാസക്കാലം കൊണ്ട് സ്ഥാപിക്കുന്നതാണ് 33 kV സബ്സ്റ്റേഷൻ പറയുന്നത്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ഡിസ്ട്രിബ്യൂഷൻ ചീഫ് എഞ്ചിനീയർ P കുമാരൻ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഡയറക്ടർ ഡോക്ടർ V ശിവദാസൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, താലൂക്ക് കൗൺസിലർ റംഷീദ് ഹോസ്തുർഗ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KP സതീഷ്ചന്ദ്രൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, പ്രമോദ് കരിവളം, A വേലായുധൻ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, അസീസ് കടപ്പുറം, PT നന്ദകുമാർ, വ്യാപാരി വ്യവസായ പ്രതിനിധികളായ രാഘവൻ വെളുത്തോളി, യൂസഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് നടന്ന പരിപാടിയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് സ്വീകരണം നൽകി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിലാണ് ജനറൽ ബോഡി യോഗം നടന്നത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ്ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയായി ആദ്യമായാണ് കാസർഗോഡ് എത്തുന്നത്. കാസർഗോഡ് ജില്ലയായി നല്ല പരിചയമുള്ള ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാസർഗോഡ് ജില്ലയുടെ ഗ്രാമങ്ങളിൽ ഒരുപാട് തവണ
അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും നമ്മുടെ ജില്ലയുടെ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഏറ്റവും നല്ല നിലയിൽ മനസ്സിലാക്കിയ ഒരു നേതാവെന്ന നിലയിൽ ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ അദ്ദേഹം മുൻകൈയെടുക്കുമെന്ന കാര്യം നമുക്ക് യാതൊരു സംശയമില്ല. നിശ്ചയമായിട്ടും അത് കലാകാരങ്ങളിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലയാണല്ലോ. പാർട്ടി സെക്രട്ടറി ആയിട്ട് 3 ടൈം ഏതാണ്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ജില്ലയിലെ തിരുവനന്തപുരത്ത്. ആ ചുമതലയൊക്കെ നിർവഹിക്കാൻ പറയുന്നത് ഏറെ ഒരു പ്രയാസകരമാണ്. തലസ്ഥാന ജില്ലയിൽ CPM-ന്റെ സെക്രട്ടറിയുടെ ചുമതലയൊക്കെ നിർവഹിക്കാൻ പറയുന്നത് വളരെ പ്രയാസകരമാണ്. എന്നും സംഘർഷങ്ങളും സംഘടനകളും പ്രശ്നങ്ങളും. സംഘർഷം കഴിഞ്ഞ ഒരു ദിവസം പോലും എൻ്റെ ഈ 9 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ ദിവസവും സംഘർഷങ്ങളും സംഘടനകളും. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ അധ്യക്ഷനായി. ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും KSEB ബോർഡ് മെമ്പർ ഡോക്ടർ V ശിവദാസനും സ്വീകരണം നൽകി. M രാജഗോപാലൻ MLA, കാറ്റാടി കുമാരൻ, ജനാർദ്ദനൻ, V ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIക്ക് മുമ്പ് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടതുപക്ഷം ദുർബലമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കുറ്റിക്കോലിൽ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI കേന്ദ്രങ്ങളിൽ ഇന്നും ഇടതുമുന്നണിക്ക് ശക്തിയില്ല എന്നത് ഒരു സത്യമാണ്. CPM ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുവന്ന പാർട്ടിയാണെന്നും ചെറിയ വെല്ലുവിളികൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂവെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇന്നും നിലനിൽക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നത് CPM-ന് സ്വാധീനമുള്ള ഈ സംസ്ഥാനങ്ങളിലാണ്. CPI-ക്ക് സ്വാധീനമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെ ദുർബലമാവുകയാണ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ്? ശരിയായ രാഷ്ട്രീയ നിലപാടും സംഘടന തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ജനങ്ങളെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. അവസരവാദ നിലപാടുകൾ സ്വീകരിക്കാതെ തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടി CPM ആയതുകൊണ്ടാണ് ഈ പാർട്ടി കൂടുതൽ ബഹുജനങ്ങളെ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നത്. ചടങ്ങിൽ മുതിർന്ന CPM നേതാവ് T അപ്പ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KP സതീശ്ചന്ദ്രൻ, P കരുണാകരൻ MP, P രാഘവൻ, CH കുഞ്ഞമ്പു, KV കുഞ്ഞിരാമൻ തുടങ്ങിയവരും സംബന്ധിച്ചു. സെപ്റ്റംബർ 2-ന്റെ ദേശീയ പണിമുടക്ക്. ജീവനക്കാർ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രകടനം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വിവിധ സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ പ്രകടനം നടന്നു. കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രകടനത്തിന് ശേഷം വിശദീകരണ പൊതുയോഗവും നടന്നു. KGOA സംസ്ഥാന കമ്മിറ്റി അംഗം K രവീന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മറ്റു പല സംഘടനകളും പറഞ്ഞിരുന്നു ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ ഓഫീസുകളുടെ ഒരു ഫാക്ടറി അല്ല, അതുപോലെ തന്നെ ഇതിന് പുകക്കോടലുണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ബോണസ് ഒരു ഡിമാൻഡായി ഉയർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വന്നത്. അത് നമുക്ക് ബോണസ് ലഭിച്ചുവെങ്കിലും പിന്നീട് ശമ്പളത്തിലുണ്ടായ വർധനവിന്റെ ഭാഗമായിട്ട് മഹാഭൂരിപക്ഷം ജീവനക്കാർക്കും ബോണസ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഉത്സവ കാലങ്ങളിലുള്ള ഉത്സവത്തെ അടക്കം നമുക്ക് ഭൂരിഭാഗം ജീവനക്കാർക്കും വാങ്ങിക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. AK ആൽബർട്ട് അധ്യക്ഷനായി. TV ഗംഗാധരൻ, K ബാലകൃഷ്ണൻ, PT തോമസ്, VR രാജു തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗതം ദുസ്സഹമാക്കിക്കൊണ്ട് നടത്തുന്ന റോഡ് നിർമ്മാണം ത്വരിതപ്പെടുത്തണമെന്ന ആവശ്യം. കേരള ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം മഹാകവി P സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC പീറ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം മുമ്പ് നമ്മുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് കാസർഗോഡ് ജില്ലയെ പ്രതിനിധിച്ചുകൊണ്ട്, കാഞ്ഞങ്ങാട് യൂണിറ്റിനെ പ്രതിനിധിച്ചുകൊണ്ട് എന്നെ വീണ്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്ത ആ സന്തോഷവാർത്തകൾ ഞാൻ അറിയുകയാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നും നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയായ ശ്രീ സുധീർ മേനോനെ സംസ്ഥാന ഓഡിറ്ററായിട്ടും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സംഘടന ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു
എന്ന് നമ്മുടെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും യൂണിറ്റ് തലത്തിലും പരിശോധന നടത്തേണ്ട സമയമാണ്. യൂണിറ്റ് പ്രസിഡന്റ് രതീഷ് അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരത്തിൽ പൊതുജനങ്ങൾക്കും വാഹനോടമകൾക്കും ദുരിതമുണ്ടാക്കിക്കൊണ്ട് നടത്തുന്ന KSTP റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിരാമൻ, ട്രഷറർ അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ, സംസ്ഥാന പ്രതിനിധി രവീന്ദ്രൻ, വിനോദ് കുമാർ, ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കളക്ടറേറ്റ് പടിക്കൽ ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. 1000 പേർക്കാണ് ഒരു ജീവനക്കാരൻ പെൻഷൻ കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കറിയാമല്ലോ, അംഗനവാടി ടീച്ചർമാരോട് ഞങ്ങൾ പറയേണ്ടതില്ല. ഈ സ്ക്വാഡ് പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട് വീട് കയറൽ, ഇത് ആളുകളെ കാണൽ, ഇതെല്ലാം നന്നായി ചെയ്തവരാണ് നിങ്ങൾ. ആ രൂപത്തിൽ സകല ജീവനക്കാർ പെൻഷൻ കൊണ്ടുപോവുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ നിരക്ക്, ഈ രീതിയിൽ ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് കിട്ടുക എന്നതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ അംഗനവാടി ജീവനക്കാർക്ക് വർദ്ധിപ്പിച്ച ഈ പറഞ്ഞ വേതനം 10,000, 7,000 തോതിൽ കിട്ടാൻ ആവശ്യമായ നടപടി അടിയന്തരമായി എടുക്കുകയും ഓണക്കാലത്തിന് മുമ്പ് അത് വിതരണം ചെയ്ത് ഉറപ്പാക്കുകയും ചെയ്യണമെന്നാണ് ഈ സമരത്തിന് ആധാരമായി ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം. ജില്ലാ പ്രസിഡന്റ് KV രാഗിണി അധ്യക്ഷത വഹിച്ചു. വർദ്ധിപ്പിച്ച ഓണറേറിയം ഓണത്തിനു മുൻപായി നൽകുക, ഫെസ്റ്റിവൽ അലവൻസ് ഉടൻ നൽകുക, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, പെൻഷൻ പറ്റിയവർക്കും ഫെസ്റ്റിവൽ അലവൻസ് അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ K രാധ, ജില്ലാ സെക്രട്ടറി PK ലക്ഷ്മി, CITU ജില്ലാ കമ്മിറ്റി മെമ്പർ K രവീന്ദ്രൻ, CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. അന്താരാഷ്ട്ര പയർ വർഷാചരണത്തിന്റെ ഭാഗമായി മടിക്കൈ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള ഒരുക്കി. അന്താരാഷ്ട്ര പയർ വർഷാചരണത്തിന്റെ ഭാഗമായി മടിക്കൈ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് ഭക്ഷ്യമേള ഒരുക്കിയത്. കാലിച്ചാമ്പുതിയിലായിരുന്നു മേള നടന്നത്. 450ഓളം ഇലക്കറികൾ പ്രദർശനത്തിനുണ്ടായിരുന്നു. ചക്ക വിഭവങ്ങൾ, വിവിധയിനം പായസങ്ങൾ, മുളയരിക്കഞ്ഞി എന്നിവ ഭക്ഷ്യമേളയിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. സബ് കളക്ടർ മൃണ്മയി ജോഷി ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. എല്ലാ ലേഡീസിന്റെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ പരിപാടി ഇന്ന് മുതൽ നിങ്ങളുടെ ഓർഗാനിക് ഫാമിലിയുടെ ട്രെയിനിങ് തുടങ്ങുന്നു. ഞാൻ ആ ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എനിക്ക് ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രമീള, M അബ്ദുറഹ്മാൻ, S പ്രീത, മടത്തിനാട് രാജൻ, അബ്ദുൾ മജീദ് ചെമ്പരിക്ക, വിജയൻ, K സാവിത്രി, നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സന്തോഷ് അറയ്ക്കൽ ക്ലാസ് എടുത്തു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് നാടൻ രുചിമേളയിൽ ശ്രദ്ധേയമായത് പുളിയനുറുമ്പും തവരയും കൂട്ടിയുള്ള കറിയാണ്. 10ാം വാർഡ് ബംഗളം കൂട്ടപ്പുന കോളനിയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് മാവിലൻ സമുദായത്തിന്റെ തനത് രുചിക്കൂട്ടുമായി എത്തിയത്. പുളിയനുറുമ്പ് മുട്ടയുടെ ചമ്മന്തിയും പുളിയനുറുമ്പും തവരയും തേങ്ങയും മഞ്ഞളും കാന്താരിയും ചേർത്ത കറിയുടെയും രുചിയറിയുവാൻ ഏറെ ആളുകൾ എത്തി. കുടുംബശ്രീ അംഗങ്ങളായ സുജാത, തങ്കമണി, രജിത, ജാനകി, അനിത, നാരായണി തുടങ്ങിയവർ മേളയിൽ സംബന്ധിച്ചു. മുഴുവൻ BD തൊഴിലാളികളെയും BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. BD ലേബർ യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷണൽ സമ്മേളനം നടന്നു. BD ലേബർ യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷണൽ സമ്മേളനം കോവൽപ്പള്ളി ചാത്തുവേട്ടൻ മന്ദിരത്തിലാണ് നടന്നത്. മുഴുവൻ BD തൊഴിലാളികളെയും BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. CPIM ഏരിയ സെക്രട്ടറി P നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതാണ് ഈ ഗവൺമെന്റിന്റെ നയം. നമ്മുടെ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നയം. ഈ നയത്തിന്റെ ഫലമായി വരുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയിലേക്കുള്ള ഒരു സമീപനം നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ പെൻഷന്റെ കാര്യം പറഞ്ഞു. പെൻഷൻ വീടുകളിൽ കിട്ടുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ബാങ്കിനെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഇടപെടാൻ നമുക്ക് കഴിയണം.
അവർക്ക് എന്താണ് കിട്ടാത്ത അത്തരം ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ സജീവപ്പെടുത്താൻ കഴിയണം. മോഹനൻ അധ്യക്ഷനായി. എം രാമൻ, നാരായണൻ, കമലം, KP നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. KSKTU വനിതാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. KSKTU കാഞ്ഞങ്ങാട് ഏരിയ വനിതാ കൺവെൻഷനാണ് നടന്നത്. സെപ്റ്റംബർ 2 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങാൻ KSKTU കാഞ്ഞങ്ങാട് ഏരിയ വനിതാ കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ KSKTU ജില്ലാ സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനാരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കുന്നവരാണ് നമ്മുടെ വനിതാരംഗത്ത് പ്രവർത്തിക്കുന്ന. എന്തിനാണ് KSKTUവിന്റെ വനിതാരംഗത്തിൽ പ്രത്യേകമായ സപ്പോർട്ട് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് നമ്മുടെ സംഘടനയിൽ ഉയർന്നുവരുന്നത് പൊതുമേഖലയിൽ ഉയർന്നുവരുന്നത്. PC ഗിരിജ അധ്യക്ഷയായി. പണിമുടക്കിൽ മുഴുവൻ തൊഴിലാളി മേഖലയിലെയും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. K പത്മാക്ഷി, K ശ്യാമള, ശോഭ, ദേവദാസ്, പള്ളിക്കൈ രാധാകൃഷ്ണൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, കൃഷ്ണൻകുട്ടമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ല സഞ്ചരിക്കുന്ന നേത്ര ചികിത്സാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നു. അത്തിക്കോത്ത് MGLC സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടന്നത്. കാസർഗോഡ് ജില്ല സഞ്ചരിക്കുന്ന നേത്ര ചികിത്സാ വിഭാഗത്തിന്റെയും PHC പെരിയയുടെയും അത്തിക്കോത്ത് യുവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്രതിമിര ചികിത്സാ ക്യാമ്പ് നടന്നത്. അത്തിക്കോത്ത് MGLC സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇവിടെ നേത്രദാനവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. കണ്ണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ്. കണ്ണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ കണ്ണ് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടും. അതിൻ്റെ ഒരു നേരിട്ട ഒരു അനുഭവം ഞാൻ നിങ്ങളൊരു പങ്കുവയ്ക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് പല വേദിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പരിപാടിയിൽ പ്രസംഗിച്ച് താഴത്തിറങ്ങുമ്പോൾ ഒരു വന്ധ്യവയോധികൻ അബ്ദുൽ ജബ്ബാർ എന്നാണ് അദ്ദേഹത്തിന് പേര്. അജയ്കുമാർ നെല്ലിക്കാട്ട് അധ്യക്ഷനായി. രവീന്ദ്രൻ, N സുരേഷ്, K രാജൻ, സനൽകുമാർ, KR കൊട്ടൻ, PK മധു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ അപർണ ക്ലാസ് എടുത്തു. സംസ്ഥാനത്തെ ഹോട്ടലുകളിലെ ശുചിത്വ പരിശോധനയ്ക്ക് ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന് രൂപം നൽകിയതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഗുണമേന്മയും ശുചിത്വവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷ്യനയമാണ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ. ഹോട്ടലുകളിൽ ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ഗുണമേന്മയുള്ള ഭക്ഷണം വിളമ്പുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഹോട്ടലുകൾക്ക് ബോധവൽക്കരണ നോട്ടീസുകൾ വിതരണം ചെയ്യുകയും അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന തലത്തിൽ ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന് രൂപം നൽകിയതെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്നാൽ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഫുഡുകളൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവിടെ തെരുവോരങ്ങളിൽ വാഹനത്തിലും മറ്റും വിളിച്ചുകൊണ്ട് ആ ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും രോഗം വരെ എന്ത് ചെയ്താലും ശരി അതൊക്കെ ഹോട്ടലുകാരുടെ തലയിലേക്കാണ് വരുന്നത്. ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നികത്തി അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഈ ഹൈജീൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ആ ഹൈജീൻ കമ്മിറ്റി പരിശോധിച്ചിട്ട് ഇവരെ പൂട്ടിക്കുക അല്ലെങ്കിൽ ഹോട്ടലുകളെ നശിപ്പിക്കുകയല്ല, അവരെ ഇമ്പ്രൂവ് ചെയ്യും. അവർക്ക് വേണ്ട പോരായ്മകളിൽ നിന്ന് അവർ മുന്നോട്ട് വന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് വീണ്ടും അവരെ പരിശോധിച്ച് ആ പോരായ്മ ഉണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ ശിക്ഷാ നടപടിയിലേക്ക് അവർക്ക് നീങ്ങും. ഒറ്റയടിക്ക് അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള പ്രശ്നമേ ഇല്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ടീ ഷോപ്പ്, ലോഡ്ജ്, ബേക്കറി ഉടമകളെയും അംഗങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി, ജനറൽ സെക്രട്ടറി G ജയപാൽ, സെക്രട്ടറി ബാബുലാൽ ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി നാരായണ പൂജാരി, ട്രഷറർ KH അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. വിവിധ ഇനം നടീൽ വസ്തുക്കളുമായി വെള്ളരിക്കുണ്ടിൽ കാർഷിക നഴ്സറി പ്രവർത്തനം തുടങ്ങി.
ആത്മാ കാസർഗോഡിന്റെ കീഴിൽ രൂപീകരിച്ച പരപ്പ ബ്ലോക്ക് ഫാമേഴ്സ് എക്സ്റ്റൻഷൻ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് നഴ്സറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വെള്ളരിക്കുണ്ട് കാസിനോ ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന കാർഷിക നഴ്സറിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു. ജോജി പുല്ലാഞ്ചേരി അധ്യക്ഷനായിരുന്നു. കിനാനൂർ കരിന്തള പഞ്ചായത്ത് പ്രസിഡന്റ് എ വിധുബാല സൗജന്യ വൃക്ഷത്തൈ വിതരണവും പരപ്പ ബ്ലോക്ക് ADA GS സിന്ധുകുമാരി ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധാ വിജയൻ, പഞ്ചായത്ത് അംഗം TV രവി കോഹിനൂർ, നോഡൽ കൃഷി ഓഫീസർ DL സുമ, ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഷാജി വെള്ളംകുന്നേൽ സ്വാഗതവും അഗസ്റ്റിൻ കലവനാൽ നന്ദിയും പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച വടക്കിന്റെ താരങ്ങൾക്ക് നാടിന്റെ ആദരം. ചെറുവത്തൂർ മയ്യിച്ച നടന്ന സ്വീകരണത്തിലേക്ക് നാട്ടുകാർ ഒന്നടങ്കം ഒഴുകിയെത്തിയിരുന്നു. കുട്ടനാട്ടിൽ നിന്നുള്ള ജലോത്സവ സ്നേഹികളും പങ്കെടുത്തു. നെഹ്റു ട്രോഫി വള്ളം കളിയിൽ കാസർഗോഡിന് അഭിമാനകരമായ നേട്ടം കൊയ്തെടുത്ത താരങ്ങൾക്ക് മയ്യിച്ച ഗ്രാമം നൽകിയത് ആവേശോജ്വലമായ സ്വീകരണമാണ്. സ്വീകരണത്തിൽ പങ്കെടുക്കാൻ കുട്ടനാട്ടിൽ നിന്നും ജലോത്സവ പ്രേമികളെത്തിയതും ആവേശത്തിന് മാറ്റുകൂട്ടി. പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ നടുഭാഗം ചുണ്ടിനു വേണ്ടി തുഴയാനാണ് ചെറുവത്തൂരിന്റെ കരുത്തരായ താരങ്ങൾക്ക് ക്ഷണം ലഭിച്ചത്. 88ഓളം തുഴച്ചിലുകാരാണ് കുട്ടനാട്ടിലെ പായിപ്പാട് ജലമേളയിൽ പങ്കെടുത്തത്. വള്ളം കളിയെ നെഞ്ചോട് ചേർത്ത മയ്യിച്ച ഗ്രാമം ഇവർക്ക് ആവേശകരമായ സ്വീകരണമൊരുക്കുകയായിരുന്നു. ദേശീയപാതയിൽ നിന്നും സ്വീകരണ ഘോഷയാത്രയോടെ മയ്യിച്ച വയൽക്കര ക്ഷേത്ര ഓഡിറ്റോറിയത്തിലേക്ക് താരങ്ങളെ ആനയിച്ചു. പരിപാടി കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് പ്രിയപ്പെട്ട തൊഴിൽ താരങ്ങളെ, മറ്റ് നാട്ടുകാരെ, സഹോദരി സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, വളരെയേറെ അഭിമാനം തോന്നുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിന് ഒരു അംഗീകാരം, വലിയ അംഗീകാരം നേടിക്കൊണ്ടാണ് നിങ്ങളിവിടെ KV കുഞ്ഞിരാമൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ജയശ്രീ രവീന്ദ്രൻ, MV പത്മനാഭൻ, മയ്യിച്ച P ഗോവിന്ദൻ, TV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. താരങ്ങൾക്കുള്ള ഉപഹാരം ADM K അംബുജാക്ഷൻ വിതരണം ചെയ്തു. കാസർഗോഡിന്റെ തുഴച്ചിലനുഭവം കുട്ടനാട്ടിലെ എടത്വ ബോട്ട് ക്ലബിന്റെ പ്രവർത്തകരായ ബെറ്റി ജോസഫ്, വർഗീസ് ആന്റണി, ജോസ് ജെ വെഡിൽ എന്നിവർ സദസ്സുമായി പങ്കുവച്ചു. അടുത്ത മാസം 16-നും കുട്ടനാട്ടിൽ നടക്കുന്ന പായിപ്പാട് ജലോത്സവത്തിൽ പങ്കെടുക്കാൻ ചെറുവത്തൂരിന്റെ തുഴച്ചിലുകാരെ കൊണ്ടുപോകുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ചീമേനിയിൽ 440 kV വൈദ്യുതി സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയതായും മന്ത്രി. പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിൽ CPM CPI പ്രവർത്തകർ പോരിനിറങ്ങുന്നത് ഇടതുപക്ഷത്തെ ദുർബലമാക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സെപ്റ്റംബർ 2-ന്റെ ദേശീയ പണിമുടക്ക്, വിവിധ കേന്ദ്രങ്ങളിൽ ജീവനക്കാരുടെ പ്രകടനം. വർദ്ധിപ്പിച്ച വേതനം വിതരണം ചെയ്യാൻ നടപടി വേണം. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. നഗരത്തിലെ ഗതാഗതം ദുസ്സഹമാക്കുന്ന റോഡ് നിർമ്മാണം വേഗത്തിലാക്കണം. കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം സമാപിച്ചു. അന്താരാഷ്ട്ര പയർ വർഷാചരണം, മടിക്കൈ പഞ്ചായത്ത് CDSന്റെ ഭക്ഷ്യമേള ശ്രദ്ധേയമായി. മുഴുവൻ BD തൊഴിലാളികളെയും BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. CITU കാഞ്ഞങ്ങാട് ഡിവിഷണൽ സമ്മേളനം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.